Hi guys, welcome back to our channel. Guys, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. അത്യാവശ്യം എല്ലാവർക്കും കണ്ടുപരിച്ചിട്ടുള്ള അത്യാവശ്യം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സംഭവം തന്നെയാണ്. നമ്മൾ സാധാരണ വാച്ചിന് പകരമൊക്കെ ഇത് ഉപയോഗിക്കലുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഡിവൈസ് കിട്ടി എത്ര ദൂരം നടന്നു വെച്ചാൽ അതിൻ്റെ എത്ര ദൂരം നടന്നു എന്ന് കാണിക്കുക, എത്ര സ്റ്റെപ്പ് നടന്നു കാണിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ട് റേറ്റ്, പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എത്ര കലോറി കുറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ ഡിവൈസ് നമ്മൾ ഫോണുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ സംഭവം ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നേരെ ഇതൊന്ന് പൊളിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളിലുള്ളതെന്നൊക്കെ നോക്കി നോക്കാം. നമ്മുടെ ഹേർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ സെൻസർ ഉണ്ട്. ഇതിലൊരു ലൈറ്റൊക്കെ എത്തണ ഒരു ചെറിയൊരു ടൈപ്പ് സെൻസറാണ്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഹേർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത്. എന്തായാലും നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, വേറെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ചെറിയൊരു ഡിവൈസാണ് നമ്മുടെ ഫിറ്റ്നസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ സ്ട്രാപ്പിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കയ്യിൽ കെട്ടാനുള്ള ഒരു സംഭവം മാത്രമാണ്. ബാക്കി എല്ലാ പരിപാടി ഈ ഒരു ചെറിയ ഡിവൈസിലാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ചെറിയ രണ്ട് ഈ ഡോട്ടുകൾ കണ്ണയിലാണ് അത് ചാർജ് ആവുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വെച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇടുമ്പോൾ ഈ രണ്ട് നോബോൾ ഈ രണ്ട് പോയിൻറ്റുകളിൽ കണക്റ്റായി നമുക്ക് ഈ USB വഴി ചാർജ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന്. ഇവിടെ കാണുന്ന ഈ ചെറിയൊരു ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിലാണ് നമുക്ക് കാണിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പൊളിച്ച് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രീനിൻ്റെ അവിടുത്തെ ഒരു ചെറിയൊരു കവർ തുറന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ചെറിയൊരു സംഭവമാണ് അതിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ആ ഒരു ചെറിയ ഡിസ്പ്ലേ എന്നുള്ള കണക്ഷൻ അതിൻ്റെ മെയിൻ ബോഡിക്ക് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കി നോക്കാം. നമ്മളത് പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ ആ ബോർഡിൻ്റെ നേരെ ബാക്കിലായിട്ടൊരു ചെറിയ ബാറ്ററി കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ചെറിയൊരു ബാറ്ററിയാണ്. പക്ഷേ നമുക്ക് ഈ ചെറിയ ബാറ്ററിയുടെ സൈസ് നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. ഇത് ഏകദേശം ഒരു 3 ആഴ്ചത്തോളം നമുക്ക് ഈ ഒരു ഒറ്റ വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ചെറിയ ബാറ്ററി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ടൈപ്പ് ബാറ്ററി തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വരുന്നത് ചെറിയൊരു വൈബ്രേഷൻ മോട്ടർ വരുന്നുണ്ട്. അതായത് നമ്മൾ ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ വൈബ്രേഷൻ ഈ ഒരു ഡിവൈസിൽ നിന്ന് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വൈബ്രേഷൻ മോട്ടറൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഹേർട്ട് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ സെൻസറിൻ്റെ സെറ്റപ്പ് ഇവിടെ ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെന്തായാലും നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ ഫിറ്റ്നസ് ബാൻഡ് തുറന്നെടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡായിട്ട് കണക്ട് ചെയ്ത് 4 പാർട്സുകൾ വന്നിട്ടുണ്ട്. ഈ 4 പാർട്സിന് സെപ്പറേറ്റ് ഫംഗ്ഷൻസാണ് വരുന്നത്. അതായത് ഈ ഒരു ചെറിയ സംഭവമാണ് നമ്മുടെ വൈബ്രേഷൻ മോട്ടർ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ഈ ചെറിയൊരു ബോർഡിൽ 2 LED ലൈറ്റുകളായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹേർട്ട് റേറ്റ് നോക്കണ ആ സെൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ നമ്മുടെ ചെറിയ ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലിഥിയം അയൺ ബാറ്ററി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വൈബ്രേഷൻ മോട്ടറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് വൈബ്രേഷൻ മോട്ടറിൻ്റെ ആ ക്യാപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് നമ്മുടെ മോട്ടറായിട്ട് വരുന്നത്. അതായത് അതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. 2 കോയിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ റിങ് ഇല്ല. കാരണം എന്താ വെച്ചാൽ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ മൊത്തത്തിലാണ് റിങ് വരുന്നതെന്ന് വെച്ചാൽ ഇതിന്ന് വൈബ്രേഷൻ വരില്ല. അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പകുതിയിൽ നിന്ന് അവർ ഈ ഒരു റൗണ്ടിലുള്ള സംഭവം കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ടൊരു ചെറിയ മാഗ്നറ്റും വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ മാഗ്നറ്റ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആ മാഗ്നറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ കാണുന്ന സംഭവമാണ് അതിൻ്റെ മാഗ്നറ്റ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സർക്യൂട്ട് ബോർഡ് നമുക്ക് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വൈബ്രേഷൻ മോട്ടറിൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത ഈ ബാറ്ററി ഒന്ന് പൊളിച്ച് നോക്കി നോക്കാം. ബാറ്ററിയുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക നോക്കി നോക്കാം. ഗൈസ്, നമ്മുടെ സാധാ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടോർച്ചിലും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈപ്പ് ബാറ്ററികളിലൊക്കെ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഇങ്ങനത്തെ ലിഥിയം അയൺ ബാറ്ററികളിൽ കിട്ടും. നമ്മൾ ഡ്രോണുകളിൽ അതുപോലെ തന്നെ പറക്കുന്ന ടൈപ്പ് ടോയ്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡിവൈസ് കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ വെയിറ്റ് കുറവും എന്നാൽ അത്യാവശ്യം നല്ല കാര്യക്ഷമതയുള്ള ബാറ്ററിയാണ്. അത്യാവശ്യം എല്ലാ ടൈപ്പ് ഡ്രോണുകളിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്.
നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റുന്ന ടൈപ്പ് ടോയ് ടൈപ്പ് ഡ്രോണുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ലിഥിയം അയൺ ബാറ്ററി കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കി നോക്കാം, വേറെ എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കവറിങ് പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി നൈസായി ഹീറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടലാസ് കൊണ്ടുള്ളൊരു കവറിങ് കാണാണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ടൊരു ചെമ്പിൻ്റെ ഒരു ചെറിയൊരു ഫോയിൽ പോലുള്ളൊരു സംഭവം കാണാണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ബാറ്ററി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് കരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങും അതിനുള്ളിലായിട്ടൊരു ചെമ്പിൻ്റെ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കോപ്പറിൻ്റെ ആ ഷീറ്റ് വരുന്നുണ്ട്. ഈ കോപ്പറിൻ്റെ ഷീറ്റും അതുപോലെ തന്നെ അതിന് പുറത്തായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങും അതിൻ്റെ ഉള്ളിലായിട്ട് ഈ കരി സംഭവം കൂടിയിട്ടാണ് ഈ ഒരു ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ബാറ്ററിയുടെ ഉള്ളിൽ ഇത്ര തന്നെ കിട്ടിയിട്ടുള്ളൂ. ഗൈസ്, നമുക്ക് അതൊക്കെ പൊളിച്ചപ്പോൾ ഇത്ര തന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഗൈസ്, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഏറ്റവും ബാക്കിലായിട്ട് നമുക്കൊരു വൈറ്റ് ബോർഡ് പോലെ ഒരു ചെറിയ സംഭവം വരുന്നുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസും വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് അതിന് ശേഷം വരുന്നത് ഒരു വൈറ്റ് ഷീറ്റ് തന്നെയാണ്. പിന്നെ വരുന്നത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു കവറിങ് വരുന്നത്. അതിന് ശേഷം വരുന്നത് ഒരു അടിപൊളി ഗ്ലാസ്സാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതിയിരിക്കണം. ഗൈസ്, പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നത്, ആ ചുവപ്പ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഗൈസ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.